ചേട്ടൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു ഞാനായിരിക്കും കൂടുതൽ. ചേട്ടനേക്കാ ചെറുപ്പം തൊട്ട് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും ചേട്ടൻ്റെ കല്യാണം എന്നാണ് എന്താണ്. ചെറുപ്പം തൊട്ട് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും ചേട്ടൻ്റെ കല്യാണം എന്നാണ് എന്താണ്. ഭയങ്കര ഐഡിയാസ് ആയിരുന്നു എങ്ങനെ നടത്തണം. കുറെയൊക്കെ ആകെ ഫ്ലോപ്പായി എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നാലും കുറെയൊക്കെ പ്രതീക്ഷ പോലെ നടത്താനും അയ്യോ നമ്മൾ പ്രീ വെഡിങ് അല്ലേ എടുക്കണേ. ഒന്നും കട്ട് ചെയ്തിട്ട് എടുക്കണേ. നീ വന്നിന്ന് ഇവിടെ നിന്ന് പോവാ ഒന്ന് നിക്കടി. അപ്പൊ ഒരു പറയൊരു സാധനം വരും. ഒരു മിനിറ്റ് സെറ്റ് ആവട്ടെ. ഓക്കെ അല്ലേ? ചേട്ടൻ്റെ വെഡിങ് എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ശരി എക്സൈറ്റഡ് ആയിരുന്നു ഞാനായിരുന്നു. ചേട്ടനേക്കാ കൂടുതൽ ഫുൾ പ്ലാനിങ് എങ്ങനെ ചെയ്യണം, എങ്ങനെ പോകണം, എങ്ങനെ ആയിരിക്കണം എല്ലാം. ഈവൻ വീടിൻ്റെ ഡെക്കറേഷൻ വരെ ലൈക്ക് ഇങ്ങനെ ആയിരിക്കണം എന്നൊരു പ്ലാനിലായിരുന്നു എൻ്റെ മൈൻഡിൽ. പെണ്ണുകാണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എൻ്റെ 4ാമത്തെ പെണ്ണുകാണലായിരുന്നു. എനിക്ക് തൃശ്ശൂരിൽ നിന്ന് തന്നെ വേണം, അങ്ങനെയൊക്കെ കുറച്ച് നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു. സ്ലാങ് ഒന്നും മാറ്റം വരുത്തണ്ട, അങ്ങനെയൊക്കെ കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അച്ഛൻ എന്നെ കാണിക്കായിരുന്നു. ഫസ്റ്റ് ഫോട്ടോ കാണിക്കായിരുന്നു. ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നിയില്ല. ഫോട്ടോ കണ്ടപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്രയും ഡിസ്റ്റൻസ് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഇത്രയും ദൂരമുണ്ട്, അപ്പം എങ്ങനെയാത് നമുക്ക് നോക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയും ഈ പറഞ്ഞ പോലെ ആ കുട്ടിയുടെ അച്ഛനെ വിളിച്ചപ്പോൾ ദേവിയുടെ അച്ഛനും പറഞ്ഞു, അത് ഇത്ര ദൂരമുള്ള പ്രശ്നമല്ലല്ലോ, ഇത് ഇത്ര വലിയ ദൂരമായിട്ട് കണക്കാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ചിലപ്പോൾ ഇതായിരിക്കും നിനക്ക് ഉള്ളത്, എന്താ തൃശ്ശൂരൊന്നും ശരിയായില്ലല്ലോ, ഇത് നോക്കി പോയി കാണാമെന്ന് പറഞ്ഞു. പിന്നെ ആയിരുന്നു കാണാൻ ആൾ വന്നത്. വന്നപ്പോൾ ഓക്കെ ഞങ്ങൾ കുറേ സംസാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ ലാംഗ്വേജ് വൈസ് ഒന്നും അങ്ങനെ ഭയങ്കര ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ പെരുമാറാനും ഓക്കെ. കൺസെപ്റ്റിനൊത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെപ്റ്റ് ഏറെക്കുറെ ആ സ്വഭാവമൊക്കെ ആയിട്ട് മാച്ചാൻ തോന്നിയതുകൊണ്ടാണ് പ്രസൻറ്റ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഉറപ്പിച്ചു. പിന്നെ അതൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. നവംബറിലായിരുന്നു എൻഗേജ്മെൻറ്റ്. കല്യാണം ഒരു 4 മാസം ഡിഫറൻസ് ഉണ്ടായിരുന്നു, ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സ്പീഡായിട്ട് തന്നെ പോയി. അത് പോയതറിഞ്ഞില്ല, പെട്ടെന്നായിരുന്നു, വളരെ പെട്ടെന്ന് കഴിഞ്ഞു. കുടുംബത്തേക്ക് 4 ആളുകൾ 5 ആളായി, 3 മക്കളായി. നിങ്ങൾക്ക് അത്രേ ഉള്ളൂ. ഈശ്വരന്റെ കൃപ.
ഡാൻസിന് ഞാൻ റിസപ്ഷന് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ചേട്ടനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച് ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം എന്നായിരുന്നു എൻ്റെ പ്ലാനിങ്. പക്ഷെ ഫ്ലോപ്പായി, ഫ്ലോപ്പായി. കാരണം എൻ്റെ ചേട്ടൻ സഹകരിക്കില്ല എന്ന് പറഞ്ഞു ഫസ്റ്റ്. എനിക്ക് എക്സാം വന്നപ്പോൾ ആകെ അറപ്പിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, എൻ്റെ വക ഡാൻസ് ഉണ്ട്, എൻ്റെ കൂട്ടുകാരുടെ വകയുണ്ട്. പിന്നെ ഞാൻ 2 പിള്ളേരെ വേറെ എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡാൻസിന് വേണ്ടിയിട്ട്. റിസപ്ഷൻ എന്തായാലും അടിപൊളിയാവും അല്ലേ? അതെ. ചേച്ചിയുടെ അവിടെ നിന്നും ഡാൻസ് ആൾക്കാരും ഉണ്ട്. എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യണമെന്നുണ്ട്, ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും. Show me the dunka, da 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 dunka, da 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 dunka, da 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 da. Show me the dunka, da 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 dunka, da 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 dunka, da 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 dunka. ഒന്നടി തുടങ്ങട്ടെ, ഞാൻ സ്റ്റാർട്ട് പറയട്ടെ. നിങ്ങൾ കട്ട് ചെയ്ത് വരിക്കും. പക്ഷെ ഫൈനലി നമുക്ക് തപ്പി നമ്മുടെ ചേച്ചി അതുപോലെ തന്നെയായിരുന്നു കിട്ടിയത്. ഭയങ്കര ക്ലോസ് ആണ്, നല്ല കമ്പനിയാണ്. ശരിക്കും എൻ്റെ ഒരു വൈബിന് പറ്റിയ ഒരാളെന്നെ എനിക്ക് ചേച്ചിയായിട്ട് കിട്ടിയത്. നാത്തു എന്നുള്ളൊരു സാധനമല്ല, സ്വന്തം ചേച്ചി, ആ ഒരു സാധനമാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എൻ്റെ മോള് പറയും എപ്പോഴും, എനിക്കിവിടെ ഒരു കൂട്ടില്ല, ചേട്ടൻ ഒരു ചേച്ചിയായിരുന്നെങ്കിലോ എന്നാണ് ഞാൻ പറയും എപ്പോഴും. ചേട്ടൻ പെണ്ണേറ്റ് കേട്ടോ, അപ്പം നിനക്ക് നല്ല കൂട്ടുകാരിയാവും ചെയ്യും, നിനക്ക് ചേച്ചിയാവും. അതേപോലെ തന്നെ അവളും വിചാരിച്ച പോലെ തന്നെ ഒരു ഇതാണ് എൻ്റെ സ്വന്തം ചേച്ചി. ഇനി തൊട്ട് സ്വന്തം എന്ന് പറയാം, നാത്തൂന്നല്ല, സ്വന്തം ചേച്ചി. അതെ, സ്വന്തം അനിയത്തില്ലാത്ത വിഷമം പോയല്ലോ, ചേട്ടൻ പോയി. അപ്പോൾ ഇനി ഫുൾ കമ്പനി, ഇനിയിപ്പോൾ ചേട്ടനെ നമുക്ക് ഔട്ട് ചെയ്യാം. നമുക്ക് ചേച്ചി മതി, ഫുള്ള് ചേച്ചി വൈബായിരിക്കും ഇനി. ഓക്കെ, കാണിച്ചാലോ പാടാൻ പറയാം. അത് വെച്ച് ഞങ്ങളൊരു പണിയും